ആലപ്പുഴ സർവോദയപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ നിലവിലെ വ്യവസ്ഥകൾ ലംഘിച്ച് അറവ് മാലിന്യങ്ങൾ എത്തിക്കുന്നതായി വ്യാപക ആക്ഷേപം. നാട്ടുകാരുടെ പ്രതിഷേധ ജ്വാലയിൽ മാലിന്യങ്ങൾ ഇറക്കാൻ സർവോദയപുരത്തെത്തിയ നഗരസഭാ വാഹനങ്ങൾക്ക് മാലിന്യങ്ങൾ ഇറക്കാതെ മടങ്ങേണ്ടി വന്നു. ജൈവ അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിച്ച് വളമാക്കി നൽകാമെന്ന ഉറപ്പിന്മേലാണ് 5 മാസങ്ങൾക്ക് മുമ്പ് അമല എന്ന സ്വകാര്യ കമ്പനിക്ക് കളക്ടറുടെ മേൽനോട്ടത്തിൽ പ്ലാന്റിന്റെ പ്രവർത്തന ചുമതല നൽകിയത്. എന്നാൽ ചേർത്തല സ്വദേശിയായ കരാറുകാരൻ വ്യവസ്ഥകൾ ലംഘിച്ച് മാലിന്യങ്ങൾ ഇറക്കുന്നതായാണ് പ്രദേശവാസികളുടെ പരാതി. മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ ആകപ്പാട് 10 ഏക്കർ സ്ഥലമേ ഉള്ളൂ. ഈ 10 ഏക്കർ സ്ഥലത്ത് ഇത്രയും കാലങ്ങളായിട്ട് മാലിന്യം നിക്ഷേപിക്കുക എന്നുള്ളതല്ലാതെ ഒരു സംസ്കരണം ഇവിടെ നടന്നിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് ഇവിടെ സമരസമിതി കഴിഞ്ഞ 20 വർഷക്കാലമായിട്ട് നമ്മൾ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഫലമായി 2012 ഒക്ടോബർ 31 തീയതിക്ക് മുന്നേ ഇവിടെ കിടക്കുന്ന പഴയ മാലിന്യങ്ങൾ മുഴുവൻ നീക്കം ചെയ്യണം എന്ന് RDO ഒരു ഉത്തരവിട്ടിരുന്നു. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ചെയ്യാത്ത ഉദ്യോഗസ്ഥന്മാർക്കെതിരെ തടവും പിഴയും അതോടൊപ്പം തന്നെ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഉൾപ്പെടെയുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് അന്ന് RDO ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. അതിനെക്കുറിച്ച് യാതൊരു അറിവോ അതിനെക്കുറിച്ച് എന്തൊരു നടപടിയെടുത്തുവെന്നോ ഒന്നും നമുക്കറിയത്തില്ല. മുനിസിപ്പാലിറ്റി ഒരു കാരണവശാലും നമ്മളെ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് അവർ തയ്യാറാകുന്നില്ല. എന്നാൽ ഇപ്പോൾ നമ്മുടെ ജില്ലാ കളക്ടർ നല്ലൊരു മനുഷ്യനാണ്. അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളോട് പരമാവധി സഹകരിക്കുന്നുണ്ട്. അദ്ദേഹം ഇറക്കിയ ഓരോ ഉത്തരവുകളുടെ പ്രദേശം വൃത്തിയാക്കണമെന്നും അവരെ പൂഴിയടിച്ച് ക്ലിയർ ആക്കി തരണം, അങ്ങനെ അവിടെ ഔഷധത്തോട്ടം നിർമ്മിക്കണം എന്നൊക്കെയുള്ള ഉത്തരവും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം പോലും ഈ മുനിസിപ്പൽ അധികാരികൾ ചെയ്യാൻ തയ്യാറാകുന്നില്ല. ജില്ലാ ഭരണകൂടത്തെ പോലും നോക്കുകുത്തിയാക്കുന്ന ഈ മുനിസിപ്പാലിറ്റിയുടെ ഈ സമീപനം ഇനി വെച്ചുറപ്പിക്കാൻ കഴിയില്ല. ഇനി സർവോദയപുരത്ത് യാതൊരുവിധ മാലിന്യങ്ങളും കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കില്ല. വീട്ടിൽ നിന്ന് ആരും കെട്ടിക്കൊണ്ടു പോകാനും പറ്റത്തില്ല. ഒരു പെങ്കൊച്ചനും നമ്മുടെ വീട്ടിലോട്ട് ആരും വിടത്തുമില്ല. പിന്നെ ഒരു ഗ്ലാസ് വെള്ളം പോലും നമുക്കെടുത്ത് കുടിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. പിന്നെ ഈച്ചയും പാറ്റയും ഈ കാക്കയെല്ലാം കൊത്തിക്കൊണ്ടുവന്നത് നമ്മളും വെള്ളം എടുത്തു വെച്ചാൽ പോലും നമ്മുടെ വെള്ളത്തിൽ കൊണ്ടുവന്നിട്ട് ആ വെള്ളത്തിനകത്ത് പുഴു നരച്ചു കയറുവാണ്. എന്നിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ശ്വസിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. ആ രീതിയിലാണ് ഇന്ന് കൊണ്ടുപോകണം. ഇപ്പോഴേ പിന്നെ നമുക്ക് മുറ്റത്ത് പോലും നിന്ന് നമുക്ക് ഈ കുഞ്ഞുമോൻ ഈ പണി തുടങ്ങിയ ശേഷം മുതൽ നമുക്ക് ഇന്ന് വരെ മുറ്റത്ത് പോലും നിന്ന് നമുക്ക് നല്ലൊരു വായു ശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ ഞങ്ങൾ സമ്മതിക്കുന്നതല്ല. സമരം ഞങ്ങൾ മുന്നോട്ട് നീങ്ങുക തന്നെ. അറവുശാല മാലിന്യങ്ങൾക്ക് പുറമെ മത്സ്യമാംസ അവശിഷ്ടങ്ങളും പ്ലാന്റിൽ മറവ് ചെയ്യാതെ ഇട്ടിരിക്കുകയാണ്. ആലപ്പുഴ നഗരസഭയുടെ അടക്കം ചേർത്തലയിൽ നിന്നുവരെ മാലിന്യങ്ങൾ ലോറികളിലാക്കി ഇവിടെ നിക്ഷേപിക്കാറുണ്ടെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ദുർഗന്ധപൂരിതമായ അന്തരീക്ഷത്തിൽ പ്രദേശവാസികളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാവുകയാണ്. കൂടാതെ പകർച്ചവ്യാധികളും നാട്ടുകാർക്ക് ഭീഷണിയാകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അറവ് മാലിന്യങ്ങൾ തരംതിരിക്കാതെ സർവോദയപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിക്കുന്നുവെന്നാരോപിച്ച് മാലിന്യവ്യൂഹവുമായി എത്തിയ നഗരസഭാ വണ്ടികൾ നാട്ടുകാർ തടഞ്ഞു. വെള്ളിയാഴ്ച രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലായി 3 ലോഡ് മാലിന്യങ്ങളുമായി എത്തിയ നഗരസഭാ വാഹനങ്ങളാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. അധികാരികളും നിയമപാലകരും സ്ഥലത്തെത്തി നാട്ടുകാരെ മയപ്പെടുത്താൻ ശ്രമം നടത്തിയെങ്കിലും വിലപ്പോയില്ല. അതേസമയം തരംതിരിച്ച ജൈവ അജൈവ മാലിന്യങ്ങളാണ് പ്ലാന്റിൽ സംസ്കരിക്കുന്നതെന്നും നാട്ടുകാരിൽ ചിലർ ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുമായിരുന്നു നഗരസഭാ അധികൃതരുടെ മറുപടി. പ്രശ്നപരിഹാരത്തിനായി കളക്ടറുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച ചർച്ച വിളിച്ചിട്ടുണ്ട്. ഇതിനുശേഷം തുടർ നടപടികളുണ്ടാകും.